യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മാണം തുടങ്ങുകയും പിന്നീട് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടന്ന വീട് പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താവിന് കൈമാറി. വീടിന്റെ താക്കോൽ കൈമാറ്റം ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ബാബു ദിവാകരൻ നിർവഹിച്ചു. പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബ്ബ് സ്നേഹത്തിൻ്റെ ചുവരുകളും കരുതലിൻ്റെ മേൽക്കൂരയുമായി ഒരു വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വീടല്ല, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ, അവരുടെ സ്വപ്നങ്ങളാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. വേർ ദെയർ ഈസ് എ നീഡ് ദെയർ ഈസ് എ ലയൺ എന്ന നമ്മുടെ ആപ്തവാക്യം വളരെ ഗംഭീരമായി അതിൻ്റെ ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബ്ബിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിലെ 49 ക്ലബ്ബുകളിൽ ഏറ്റവും നല്ല 5 ക്ലബ്ബുകൾ എടുത്താൽ അതിലൊന്ന് പൂക്കോട്ടുംപാടം ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ തെളിയിച്ചുകൊണ്ടാണ്. വട്ടപ്പാടം സ്വദേശിനി ബിന്ദുവിന്റെ വീട് നിർമ്മാണമാണ് പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബ്ബ് പൂർത്തീകരിച്ച് നൽകിയത്. ലൈഫ് മിഷനിൽ ഉൾപ്പെട്ടിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പാതി വഴി നിലച്ചുപോയ വീടിന്റെ നിർമ്മാണം ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ശ്രമദാനമായും സാമ്പത്തിക സഹായത്താലും പൂർത്തീകരിക്കുകയായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷിന്റെ പരേതയായ മാതാവിന്റെ സ്മരണാർത്ഥമാണ് ഈ പദ്ധതിക്ക് സാമ്പത്തിക പിന്തുണ നൽകിയത്. അമരവനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന സമയത്താണ് നമ്മൾ ബിന്ദു ചേച്ചിക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പാസ്സാകുകയും ഏകദേശം 3ാമത്തെ ഘട്ടമാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ച് പണി തുടങ്ങിയത്. ബിന്ദു ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ആ സമയത്ത് തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ രോഗം കൂടി വന്നതോടുകൂടി നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം എനിക്ക് തോന്നുന്നു 40,000 രൂപ മാത്രമേ നമുക്ക് ഇനി ലൈഫിൻ്റെ കിട്ടാനുള്ളൂ. ബാക്കി എല്ലാ പൈസയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും വീടിൻ്റെ പണി നമ്മൾ കയറി താമസിക്കാം ഉള്ള രീതിയിലേക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ ആയി. അപ്പോൾ പിന്നെ എനിക്ക് 2-3 മാസം മുന്നേ ഞാൻ രാജേഷേട്ടൻ്റെ ഒരു പരിപാടിയിൽ വെച്ച് ഇവർ തന്നെ ലയൺസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് പ്രസിഡൻ്റ് അടക്കമുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ നമ്മുടെ ബിന്ദു ചേച്ചിൻ്റെ വീടിൻ്റെ പൂർത്തീകരണം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ്. നമുക്ക് വേണ്ടത് കയറി കിടക്കാനൊരിടാണ്. അപ്പം ഒരുപാട് വീടുകൾ നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു 4 ലക്ഷം രൂപ കൊടുത്തിട്ടും അവർക്കൊരു കയറി കിടക്കാൻ ഒരു പാകത്തിന് വീടാവാത്തിൽ വളരെ വിഷമമുണ്ടായിരുന്നു അന്നൊരു വാർഡ് മെമ്പർ എന്ന നിലക്ക്. അപ്പോൾ രാജേഷേട്ടൻ ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഇവരൊരു നല്ലൊരു ഷെഡിലായിരുന്നു അവർ താമസിക്കുന്നത്. നല്ലൊരു ഭൗതിക സാഹചര്യത്തിൽ ഇവരെ ഇവർ എത്തിക്കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ സ്പീഡപ്പാക്കി ചെയ്തു കൊടുത്തു. ഇന്ന് ഈ ഒരു ചടങ്ങിൽ ഇവിടെ നിൽക്കുമ്പം അതിയായ സന്തോഷമുണ്ട്. കാരണം ലയൺസ് ക്ലബ്ബ് പൂക്കോട്ടുംപാടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷത വഹിച്ചു. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺട്രാക്ടർ മാത്യു ചെറമലിനെ ബാബു ദിവാകരൻ മൊമന്റോ നൽകി ആദരിച്ചു. റീജിയൻ ചെയർപേഴ്സൺ അനിൽ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർ രത്നകുമാർ, സോൺ ചെയർപേഴ്സൺ അനൂപ്, ജോയിന്റ് ക്യാബിനറ്റ് മെമ്പർ ടോം കാളികാവ്, ഹ്യൂമാനിറ്റേറിയൻ ചെയർപേഴ്സൺ മുഹമ്മദ് നാസർ, IPP PG സന്തോഷ്, എൻവയോൺമെന്റ് DCP അൻവർ തെക്കോടൻ, സെക്രട്ടറി അജയ് പ്രസാദ്, മനോജ് കുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം.